2020യും അതുപോലെ തന്നെ കിറ്റക്സ് സാബു ജേക്കബിനെയും CPM എന്നും ശത്രുപക്ഷത്താണ് നിർത്തിയിരുന്നത്. എന്നാൽ CPMന് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചിരിക്കുന്നത് കിറ്റക്സ് ഗ്രൂപ്പിൽ നിന്നാണ്. സംസ്ഥാന സർക്കാരുമായി ഏറ്റവും കൂടുതൽ കൊമ്പുകോർത്ത കിറ്റക്സ് ഗ്രൂപ്പ് തന്നെയാണ് ഏറ്റവും കൂടുതൽ സംഭാവന സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് നൽകിയത് എന്നത് ശ്രദ്ധേയം തന്നെയാണ്. 2022-2023 സാമ്പത്തിക വർഷത്തിലെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയവരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി CPM തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിലാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നത്. CPMന് ചെക്ക് വഴി കിറ്റക്സ് ഗ്രൂപ്പ് 30 ലക്ഷം രൂപയാണ് നൽകിയിരിക്കുന്നത്. കേരളത്തിലുള്ള വ്യക്തികൾ, ബിൽഡർമാർ, സ്വർണ വ്യാപാരികൾ എന്നിവരിൽ നിന്നൊക്കെയാണ് CPMന് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ വരവ് ചിലവ് കണക്കുകൾക്കും സംഭാവനകൾ സംബന്ധിച്ച് പ്രസ്താവനയ്ക്കുമൊപ്പം സമർപ്പിച്ച ഫോം 24ലാണ് സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 20,000 രൂപയ്ക്കു മേൽ സംഭാവന നൽകിയവരുടെ വിവരങ്ങളാണ് ഈ ഒരു ഫോമിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ CPMന് ആകെ ലഭിച്ചിരിക്കുന്ന തുകയെന്ന് പറയുന്നത് 6.2 കോടി രൂപയാണ്. ദേശീയ തലത്തിൽ സംഭാവന നൽകിയവരുടെ പട്ടികയിൽ രണ്ടാമതാണ് കിറ്റക്സിന്റെ സ്ഥാനമുള്ളത്. 56.8 ലക്ഷം സംഭാവന നൽകിയ CITU കർണാടക സംസ്ഥാന കമ്മിറ്റിയാണ് ഈ ഒരു പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഉള്ളത്. എന്നാൽ അതേസമയം LDF സർക്കാർ അധികാരമേറ്റ സമയത്ത് നിരവധി പരാതികൾ ഈ കിറ്റക്സ് കമ്പനിക്കെതിരെ ഉയർന്നു വന്നിരുന്നതാണ്. മലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളായിരുന്നു അന്ന് ലഭിച്ചിരുന്നത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് വ്യവസായ വകുപ്പ് ഇതേക്കുറിച്ച് കിറ്റക്സ് കമ്പനിയിൽ അന്വേഷിക്കുകയും തുടർന്ന് ഇതിനെതിരെ സാബു M ജേക്കബ് രംഗത്ത് വരികയും ഒക്കെ ഉണ്ടായിരുന്നു. ശേഷം രൂക്ഷമായ വിമർശനമാണ് സാബു M ജേക്കബ് ഈ ഒരു വിഷയത്തിൽ ഉന്നയിച്ചത്. ഈ ഒരു വിഷയം വന്നപ്പോൾ സാബു M ജേക്കബ് ഇത്തരത്തിൽ പരസ്യമായി രൂക്ഷ വിമർശനവുമായൊക്കെ രംഗത്ത് വന്നതോടുകൂടി അദ്ദേഹം ഇവിടെ നിക്ഷേപിക്കാനിരുന്ന ഫാക്ടറി തെലങ്കാനയിലേക്ക് മാറ്റുകയായിരുന്നു. തെലങ്കാന സർക്കാർ ഹെലികോപ്റ്ററിലൊക്കെ എത്തിയാണ് സാബു M ജേക്കബിനെ കൊണ്ടുപോയത്. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് സർക്കാരും അതുപോലെ തന്നെ സാബു M ജേക്കബും കിറ്റക്സ് ഗ്രൂപ്പുമായുള്ള യുദ്ധം ആരംഭിക്കുന്നത്. ഇതിനുശേഷം സ്ഥലം MLA ആയ PV ശ്രീജിൻ രംഗത്ത് വരികയുണ്ടായി. അദ്ദേഹം സാബു M ജേക്കബിനെതിരെ രൂക്ഷമായ രീതിയിൽ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് PV ശ്രീജിൻ MLAക്കെതിരെ വളരെ വ്യക്തിപരമായ രീതിയിൽ തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് സാബു M ജേക്കബ് 2020യുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയുണ്ടായത്. ഈ ഒരു വിഷയത്തിനെതിരെ MLA രംഗത്ത് വരികയും തുടർന്ന് കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നാടിലെ ജനങ്ങൾക്ക് വലിയൊരു കയ്യബദ്ധം പറ്റി. മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു ജന്തുവിന് അവര് ജന്മം കൊടുത്തു. സ്വയം ഉൽപാദന ശേഷിയില്ലാത്ത ഒരു ജന്തു. ആ ജന്തു എല്ലാ ദിവസവും പൗഡറും ഇട്ട് ഇറങ്ങും രാവിലെ. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ വിചാരിച്ചു എന്താണ് ഈ ജന്തു എല്ലായ്പ്പോഴും 2020 പഞ്ചായത്തിലേക്ക് മാത്രം വരുന്നത് എന്ന്. സാബു M ജേക്കബിനെതിരെ കേസ് നൽകിയതിനെ തുടർന്ന് കേസ് എടുക്കുകയും ഒക്കെ ഉണ്ടായ സാഹചര്യത്തിൽ പിന്നീട് അങ്ങോട്ട് കുറെ വർഷങ്ങളായി തന്നെ സർക്കാരും സാബു M ജേക്കബും തമ്മിൽ ശത്രുപക്ഷത്താണ് നിൽക്കുന്നത്. എന്നാൽ അതേസമയം CPMന് സംഭാവന നൽകിയത് സാമാന്യ മര്യാദയുടെ പേരിലാണെന്നാണ് കിറ്റക്സ് ഗ്രൂപ്പ് ചെയർമാനായ സാബു M ജേക്കബ് പ്രതികരിച്ചിരിക്കുന്നത്. അവരെ പേടിയുള്ളതുകൊണ്ടല്ല, തികച്ചും സ്വാഭാവികമായ ഒരു നടപടി മാത്രമാണെന്നും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് പണം സംഭാവന നൽകിയതെന്നും സാബു M ജേക്കബ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും സംഭാവനകൾ സംബന്ധിച്ച വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അക്കൗണ്ട്സ് വിഭാഗമാണെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി സർക്കാരും സാബു M ജേക്കബും തമ്മിലുള്ള പോരൊക്കെ
പരസ്യമായിട്ടുള്ള കാര്യമാണ്. വർഷങ്ങളായി മുഖാമുഖം നിന്ന് പോരടിച്ചുകൊണ്ടിരിക്കുന്ന സാബു എം ജേക്കബിന്റെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് തികച്ചും കൗതുകകരമാണ്. വളരെ സ്വാഭാവികമായിട്ടാണ് സാബു എം ജേക്കബ് ഇതിനോട് പ്രതികരിച്ചതെങ്കിലും എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത്തരത്തിൽ ഒരു സംഭാവന നൽകിയത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. മാത്രമല്ല LDF സർക്കാരും സാബു എം ജേക്കബും തമ്മിലുള്ള ഒത്തുകളിയാണോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. പല ആവർത്തി സാബു എം ജേക്കബ് പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഒരു സംസ്ഥാനം വ്യവസായികളെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു സംസ്ഥാനമാണെന്ന തരത്തിൽ, അല്ലെങ്കിൽ വ്യവസായികളെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു സർക്കാർ ആണെന്ന തരത്തിലുള്ള പ്രസ്താവനയൊക്കെ സാബു എം ജേക്കബ് മുൻപ് പലതവണ നടത്തിയിട്ടുള്ളതാണ്. സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഒക്കെ ഉന്നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലൊരു വ്യക്തിയിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രവൃത്തി തീർത്തും സംശയിക്കേണ്ടതാണ്.